ഇപ്പം നമ്മളെ നാട്ടിലുള്ള ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് തലയും പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് തല എന്ന് പറഞ്ഞാൽ കൗമാരക്കാരും പുതിയ തലമുറയും. അവർ ഒരു വിവേകവും ചിന്തയൊന്നും ഇല്ലാത്ത ആളുകളായത് വിവാഹം കുടുംബജീവിതത്തിലൊന്നും കടക്കാത്തത് കൊണ്ട് അവരടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയായിരിക്കും. പിന്നെ ആ കാലമൊക്കെ കഴിഞ്ഞ് ഒരവസാന കാലത്തുമ്പോൾ ഉത്തരവാദിത്തങ്ങളെ കൊണ്ട് ഒഴിയാണ്. റിട്ടയർമെൻറ്റായി, അല്ലെങ്കിൽ വേറെ കുട്ടികളെയൊക്കെ കെട്ടിച്ചു, പേരക്കുട്ടികളൊക്കെ കെട്ടിച്ചു, എല്ലാ ഉത്തരവാദിത്വം ഒഴിഞ്ഞു. പിന്നെ പഴയ ആ ഒരു കൗമാരക്കാര അവസ്ഥയിലേക്ക് ഇന്ന് പ്രായമുള്ളവരും പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അതിന് ഇൻ്റർനെറ്റും ഈ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും വലിയൊരു അനുകൂല ഘടകമായി വർത്തിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ഇഷ്ടം പോലെ ഒഴിവ് സമയമാണ്. അപ്പോൾ ആ ഒഴിവ് സമയം എന്ത് ചെയ്യും? ഈ ഫോണിൽ ഇങ്ങനെ തോണ്ടിയിരിക്കും. എന്താ ഒരുപാട് തമാശകൾ, പൊട്ടിച്ചിരിക്കുന്ന സംഗതികൾ. ഈ തമാശകൾ കൂടുതൽ കണ്ടാൽ തന്നെ മനുഷ്യൻ്റെ മനസ്സെന്ത് ചെയ്യുന്നു വെച്ചാൽ അടഞ്ഞു പോകുമെന്നാണ്. പിന്നെ അതിൽ ഓരോ റീലിങ്ങനെ നീക്കുമ്പോൾ എല്ലാതും മനുഷ്യന്മാർക്ക് കാണാൻ പറ്റിയതാവില്ല. അങ്ങനെ പിന്നെ ഓരോന്ന് എന്ത് ചെയ്യും? എല്ലാ വൃത്തിയോടും കാണുന്ന അവസ്ഥയും. ജമാഅത്ത് നിസ്കരിക്കാൻ പോവില്ല, പിന്നെ എപ്പോൾ നോക്കിയാലും ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ മുതിർന്ന ആളുകൾ പോലും ഈ ഫോണിന് അടിമയായി, അതേപോലെ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളും ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ നടക്കുക. എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ മരിക്കണതിൻ്റെ മുമ്പ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ ഈ ഒരു സന്ദർഭം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ഓർക്കാൻ നമ്മൾ തയ്യാറാകണം. ഇന്നെന്താണെന്ന് ചോദിച്ചാൽ, ആയുസ്സിനെ കുറിച്ച് ഓർക്കണതിന് പകരം പലപ്പോഴും നമുക്ക് ജ്വരമാണ്, എല്ലാം ജ്വരമായി മാറിക്കൊണ്ട്. കളി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യമൊന്നുമല്ല. ശരീരം കൊണ്ടും മനസ്സും ഇളകുക എന്നുള്ളതും ഒരു ഉന്മേഷം ഉണ്ടാകാനുള്ള കളികളിൽ ഏർപ്പെടുക, വിനോദത്തിൽ ഏർപ്പെടുക എന്നുള്ളതൊന്നും ഇസ്ലാമിൽ വിരോധിച്ച കാര്യമല്ല. പക്ഷേ അതിങ്ങോട്ട് അതിര് കവിഞ്ഞു പോയി, അത് പിന്നെ 24 മണിക്കൂർ അത് മാത്രമായി മാറുന്നൊരവസ്ഥ. ഇപ്പോൾ ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ നാട് മുഴുവൻ ഉയർന്നിരിക്കുന്ന ഫ്ലക്സ് നോക്കിങ്ങൾ, ആ ഫ്ലക്സിൻ്റെ വിലയൊന്നിട്ട് നോക്കിങ്ങൾ. അപ്പോൾ പറയും, നിങ്ങൾ ദീനീ പ്രവർത്തനത്തിനും സമ്മേളനത്തിനും ഫ്ലക്സ് വെക്കണില്ലേ? നേരെ തിരിച്ച് അതിനെന്താണ് മറുപടി? അങ്ങനെ കാണണ്ടേ? യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൻ്റെ പേരും തൂർത്തു പാടില്ല എന്നുള്ളതാണ്. ലക്ഷങ്ങളാണ് അതിന് പൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കി. അതിന് കാശ് പിരിക്കുമ്പോൾ ആർക്കും ഒരു പ്രയാസമില്ലല്ലോ, അത് കൊണ്ടുപോയി വെക്കാൻ പ്രയാസമില്ലല്ലോ, അല്ലേ? അപ്പം നമ്മളെ പ്രയോറിറ്റി പലപ്പോഴും മാറിപ്പോകുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നും ഭ്രാന്താകാൻ പാടില്ല. കളിയാവാം, പക്ഷെ കളിൻ്റെ ഭ്രാന്ത് പാടില്ല, ജ്വരം പാടില്ല. നമ്മൾ വെറും ആയത്തിന്റെ ശക്തി നോക്കൂ നിങ്ങൾ. നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ലഇബുൻ കളിയാണ്, വലഹുൻ വിനോദമാണ്, വസീനത്തുൻ ഭംഗികൂട്ടലാണ്. ലഇബും വലഹും വസീനത്തും വതഫാഖുറും ബൈനക്കും, പരസ്പരം പെരുമ നടിക്കലാണ്. ഞങ്ങള് ആ 10 മീറ്ററിൻ്റെ വെച്ചാൽ ഞങ്ങൾ 20 മീറ്ററിൻ്റെ നോക്കും, അല്ലേ? അതിന് എത്ര കാശായാലും വേണ്ടില്ല, ലക്ഷങ്ങളായാലും വേണ്ടില്ല, പരസ്പരം പെരുമ നടിക്കലാണ്. എന്നാൽ ഇതേതുപോലെയാണ് കൃഷിയിടങ്ങളിൽ ചെന്ന് നോക്കുമ്പോൾ കർഷകൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? കൃഷി ഇങ്ങനെ കാണുന്നു, അത്ഭുതപ്പെടുന്നു. പക്ഷെ എന്നും അതുണ്ടാവില്ല, അത് ഉണങ്ങി വാരി അവസാനം വൈക്കോലായി പോകും. അതേപോലെ ഈ ജീവിതം ഇങ്ങനെ പോയിട്ട് അവസാനം എന്ത് ചെയ്യും? ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ ഉണ്ടാകുക നമ്മളെ ദീന ഉണ്ടാവും. അതുകൊണ്ട് ഒന്നിലും നമ്മൾ അമിതത്വം കാണിക്കാൻ പാടില്ല. നമ്മളെ സ്റ്റാൻഡ് വിട്ട് പെരുമാറുന്നൊരവസ്ഥ വിശ്വാസികൾക്ക് പാടില്ല. ഇതിൻ്റെ പേരിൽ പണം ധൂർത്തിയരുത്, വീരാരാധനയും ഉണ്ടാകരുത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ രീതി. അല്ലാതെ ഏതെങ്കിലും കളിക്കാരൻ മുടി വെട്ടിയമാതിരി മുടി വെട്ടുക, അയാളെ ദേഹത്തിന് പച്ച കുത്തിക്കണമെങ്കിൽ നമ്മൾ പച്ച കുത്തുക. എന്നിട്ട് പറയലെന്നെ എൻ്റെ ആരാധകൻ എന്നാ പറയാം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരാധിക്കാൻ ആരേ പറ്റുള്ളൂ? അള്ളാഹനല്ലേ പറ്റുള്ളൂ, അല്ലേ? അതായത് നിസ്കരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലായിടത്തും ഒരു വിഗ്രഹവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് കളിച്ചാലും പ്രശ്നം, കളി കണ്ടാലും കുഴപ്പം, അതൊന്നും ഇവിടെ ആരും പറയണില്ല. അതിര് വിടരുത് എന്നാണ് പറയുന്നത്. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. സുബഹി നഷ്ടപ്പെടാൻ പാടില്ല. അത് രാത്രി കണ്ടുപോയിട്ട് കിടന്നുറങ്ങി പോകാൻ പാടില്ല, അല്ലേ? ഇന്ന് സുബഹിക്ക് അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറഞ്ഞാൽ വരാനായിരിക്കും കഴിയില്ല. ഇത് രാത്രി 12 മണിക്ക് 2 മണിക്കാണ് അലാറം വെച്ച് കൊണ്ട് പോയി കാണില്ലേ? അപ്പം എന്താ വിഷയം? പ്രയോറിറ്റി മാറും. ദുനിയാവുമ മാത്രമായി ചുറ്റിത്തരിങ്ങുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. എപ്പോഴാണ് അറ്റാക്ക് ഉണ്ടായി ഇവിടുന്ന് പോകുക എന്ന് പറയാൻ പറ്റില്ല. ആ ആർപ്പിൻ്റെ ഇടയിൽ നിന്ന് എത്ര കളിക്കാർ
കളിക്കളത്തിൽ നിന്ന് അവരെ മയ്യത്ത് കൊണ്ടുപോയത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എത്ര ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ കുഴഞ്ഞു വീണിട്ടുണ്ട്. നമ്മളൊക്കെ ക്ഷീണ പണി എപ്പോഴാണ് നമുക്ക് നിർത്തിയേക്കെന്ന് പറയാൻ കഴിയില്ല. അത് മരിച്ചു പോകുമ്പോൾ പരിക്കില്ലാത്ത ജീവിതമായിരിക്കണം നമ്മൾക്കുണ്ടാകും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.